ഒരാപത്ത് വരണുണ്ടല്ലോ. നോം പ്രവചിച്ച അച്ചട്ട. പൊതുവിൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് പറയണം എന്ത് പറയണം തീരുമാനിക്കാനുള്ള ഫുൾ റൈറ്റ് നിങ്ങൾക്കുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ കറക്റ്റ് സെൻസിൽ തന്നെ അത് എടുക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയപ്പാട് അത് വേണ്ട കാലം കൂടിയാണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്. whatever. അങ്ങനെ പറയരുത്. But and I know for myself. So if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഫ്ലാഷ് ബാക്ക്. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു ആനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നത്. അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. If someone has a problem, they have a problem, and I can't do anything to fix that problem. And I don't have to. It's not on me to fix their problem. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സ്വാഭാവികമായിട്ടും മോഹൻലാൽ എന്ന ആക്ടർ അപ്പുറത്തുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരുപാട് ചിന്താഗതി. ഇതേ അഭിപ്രായത്തിലുള്ള ആളാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പണ്ടും ഉണ്ടായിരുന്നില്ല. അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അപ്പം അതുപോലെയാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.